ഹലോ, അസൈൻമെൻറ്റ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈസി ബട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 5 ബോർഡർ ഐഡിയാസ് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ ഒരു ഫ്ലവർ ഡിസൈനിലുള്ളതാണ്. A4 ഷീറ്റിൻ്റെ 4 സൈഡ്സിലായിട്ട് നമുക്ക് ഫ്ലവർ വരച്ചു കൊടുക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവർ വരക്കാം, അതുപോലെ ഇഷ്ടപ്പെട്ട ലീഫൊക്കെ വരക്കാം. അതൊക്കെ നമ്മുടെ കൺസേൺ അനുസരിച്ച് ചേഞ്ച് ചെയ്യാം. ഇതിലുള്ള പോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് റിമൂവ് ചെയ്യാനും നമുക്ക് പറ്റും. ഇത് ജസ്റ്റ് ഒരു മോഡൽ എന്ന് മാത്രമേ അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു സൈഡിലത്തെ ഫ്ലവറും ലീഫും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ സൈഡും നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുക്കണം. ഇപ്പോൾ ഇതിന് ഔട്ട്ലൈൻ ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ബ്ലാക്ക് സ്കെച്ച് അല്ലെങ്കിൽ പെൻ വെച്ചിട്ടും ചെയ്യാം, എന്ത് വെച്ചിട്ടാണെങ്കിലും ഒരു ബ്ലാക്ക് ബോർഡർ പോലെ ചെയ്യുന്നതാണ്. അപ്പോൾ അത് മൊത്തം കംപ്ലീറ്റ് ആക്കുക. ഔട്ട്ലൈൻ ചെയ്തിട്ടും ഔട്ട്ലൈൻ ചെയ്യാതെ നമുക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. പക്ഷേ ഔട്ട്ലൈൻ ചെയ്തതാണ് എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ബോർഡർ ഐഡിയയിൽ തന്നെ വേറെ കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. വേറെ ടൈപ്പ് ലീഫ് ആഡ് ചെയ്യുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ നമുക്കൊന്ന് ബോർഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി കളറിങ്ങിനാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ കോമൺ ആയിട്ട് കാണുന്ന ലീഫിന് ഗ്രീൻ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മറ്റു സൈഡിൽ വരച്ച ലീവ്സിന് ഡാർക്ക് ഗ്രീനാണ് കേട്ടോ കൊടുക്കുന്നത്. ലീവ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഫ്ലവേഴ്സിന് കളർ കൊടുക്കലാണ്. ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ ഒരു സർക്കിൾ ഉണ്ട്. അതിന് മൊത്തം യെല്ലോ കോമ്പിനേഷൻ, യെല്ലോ മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. പെറ്റൽസിന് ഡിഫറെൻറ്റ് കളേഴ്സാണ് ഓരോ ഫ്ലവേഴ്സിനും. അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സെൻറ്ററിൽ സെയിം കളർ കൊടുത്തിട്ടും അങ്ങനെ അല്ലാതെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ കസ്റ്റമൈസേഷൻ പോലെ ഇരിക്കും. ഇത് ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ യെല്ലോസിൻ്റെ സെൻറ്ററിൽ മൊത്തം ചെയ്തിട്ടുണ്ട്. അപ്പോൾ യെല്ലോ മൊത്തം കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് പെറ്റൽസിന് കളർ കൊടുക്കണം. ഈ പെറ്റൽസിന് കളർ കൊടുത്താലാണ് നമ്മൾ ഈ വർക്ക് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് വൈബ്രൻ്റ് ആയിട്ട് തോന്നുക. അപ്പോൾ പിങ്ക് കഴിഞ്ഞു, റെഡ് കഴിഞ്ഞു, ഓറഞ്ച് കഴിഞ്ഞു ആൻഡ് ബ്ലൂ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ ചെയ്യാം. അതിന് നമ്മൾ ഹൈലൈറ്റർ കൊണ്ട് ഒരു ബോർഡർ കൊടുക്കുക. പിന്നെ പെന്ന് ഉപയോഗിച്ച് നമ്മളുടെ പ്ലാന്റ്, ഒരു വള്ളിച്ചെടി പോലത്തെ ഒരു ക്രീപ്പർ പോലെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു സ്റ്റെമ്മ് പോലെ നമ്മൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ വരച്ചു കൊടുക്കാം. ബ്ലാക്ക് പെൻ വെച്ചിട്ട് ആ ഗ്രീൻ ബോർഡറിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെമ്മ് മൊത്തം വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ സ്റ്റെമ്മിൻ്റെ അവിടെ ലീവ്സ് വരച്ചു കൊടുക്കണം. ഈ ലീവ്സ് നമ്മൾ സാധാ വരയ്ക്കുന്നത് പോലെ ഒരു ലീഫിൻ്റെ ഷേപ്പ് വരയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് പെൻ വെച്ചിട്ട് നമുക്ക് കളർ ചെയ്യാം. ഇത് ഗ്രീൻ പെൻ ഉണ്ടെങ്കിലോ ഗ്രീൻ നല്ല ടിപ്പായിട്ടുള്ള സ്കെച്ച് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്യാം. ഇതിലാകെ ടൈം കൺസ്യൂമിങ് ആവുന്നത് ഈ ഒരു ലീഫ് വരച്ചെടുക്കാൻ മാത്രമാണ്. ഈ ഒരു ഡിസൈൻ നല്ല സിമ്പിളാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ചാൽ നല്ല സിമ്പിളായിരിക്കും, ബട്ട് സ്റ്റിൽ ഇറ്റ് വിൽ ബി ലിറ്റിൽ ലൈക്ക് എസ്തെറ്റിക് ആയിരിക്കും. പക്ഷേ ഓവറായിട്ട് നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ടാവില്ല, എന്നൊന്നും ചെയ്തിട്ടില്ല എന്നൊരു തോട്ട് നമുക്ക് വരില്ല. അപ്പോൾ ആ ഡിസൈനും കഴിഞ്ഞു. ഇനി അടുത്തത് ചെയ്യാൻ പോവാണ്. ഇതൊരു പ്ലാന്റ് പോലെ സ്റ്റെമ്മാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റെമ്മ് വരച്ചതിന് ശേഷം അതിൽ ലീഫ് വരച്ചു കൊടുക്കാം. ലീഫ് വരയ്ക്കാൻ ആദ്യം നമ്മൾ നോർമലായിട്ട് വരക്കുന്ന ലീഫ് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഓരോ ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് കാണും. അതൊരു ഇല്യൂഷൻ പോലെയാണ് നമുക്ക് തോന്നുക. അങ്ങനെ നമ്മൾ എല്ലാ ലീവ്സും ഈ ഒരു സ്റ്റെമ്മുമ്മ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്തത് ചെയ്യാൻ. അപ്പോൾ ആ അടുത്തതിൻ്റെ ഗ്യാപ്പിലാണ് നെക്സ്റ്റ് സൈഡത്തെ ലീഫ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ഫ്ലവറും ലീഫുള്ള ഡിസൈൻസാണ് ഈ ബോർഡർ ഐഡിയാസിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ലീഫ് ഇങ്ങനെയാണ് ഇരിക്കാൻ കാണാൻ. പിന്നെ അടുത്ത് നമ്മളൊരു ഫ്ലവറാണ്, ഒരു ചെറി ബ്ലോസം പോലെ തോന്നും, ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അങ്ങനത്തെ ഒരു ഫ്ലവറാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കുക പെൻ വെച്ചിട്ട്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് പ്രത്യേകിച്ച് വരക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ അതിൽ ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് ടിപ്പിൽ കിട്ടും. അതിൽ നമ്മൾ സ്കെച്ച് വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ നമ്മൾ ഇതുപോലൊരു ഹാർട്ട് ഷേപ്പിൽ ഒരു പെറ്റലും കൂടി കൂട്ടിയ പോലെ ഒരു ഫ്ലവർ വരയ്ക്കുക. ഇതിങ്ങനെ മൊത്തം കംപ്ലീറ്റ് ആയി കാണുമ്പോൾ നമുക്ക് നല്ലൊരു കംപ്ലീറ്റ് ലുക്ക് പോലെ തോന്നും. ഇതിനിപ്പോൾ ഫ്ലവേഴ്സ് വരക്കണ്ട, വേറെ എന്തെങ്കിലും വേണ്ടത് വെച്ചെങ്കിൽ നമുക്ക് ജസ്റ്റ് ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പെന്ന് വെച്ചിട്ട് വരച്ചു കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. പിന്നെ ഫ്ലവർ കഴിഞ്ഞതിന് ശേഷം ഗ്രീൻ സ്കെച്ച് വെച്ചിട്ട് നമുക്ക് ലീവ്സ് വരച്ചു കൊടുക്കാം. ഇതിലുണ്ടാവുന്ന ഗ്യാപ്സ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ലീവ്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും ഈ ഒരു കോമ്പിനേഷൻ, കളർ കോമ്പിനേഷൻ നല്ല ഭംഗി ഉണ്ടാകുമ്പോൾ ആ ഒരു ബോർഡർ കാണാൻ തന്നെ അത്യാവശ്യം നല്ല ഒരു വൈബ്രൻ്റ് ആയിരിക്കും.
അടുത്തതായിട്ട് നമ്മൾ ഇതിൽ തന്നെ ചെയ്യാൻ പോകുന്നത് ലീവ്സിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കളർ കൊടുക്കാം. അപ്പോൾ ഒരു പേസ്റ്റൽ കളറിൽ ഉള്ളൊരു കളറാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കളർ കൊടുത്തിട്ടും കളർ കൊടുക്കാതെയും ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ ജസ്റ്റ് ഒരു എംറ്റി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു കളർ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തൊരു സർക്കിൾ പോലെ അങ്ങനെ ഒരു ഇല്ലൂസ്ട്രേഷൻ പോലെ ചെയ്യുകയും ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ മൾട്ടി കളർ പോലെ ചെയ്യാം. ഒരു പെറ്റലിൽ ഒരു കളറ്, വേറെ പെറ്റൽ വേറെ കളർ, അങ്ങനെയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവും. ഇതുപോലെ തന്നെ ഞാൻ മറ്റേ ലീഫും കംപ്ലീറ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഞാനൊരു പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പേസ്റ്റൽ കളർ ആവുന്നതുകൊണ്ട് എല്ലാത്തിലും അഡാപ്റ്റഡ് ആവും കേട്ടോ. ഒരു സൈഡിൽ മുഴുവൻ ബ്ലൂ, അടുത്ത സൈഡിൽ പിങ്ക്, അങ്ങനെ ഒരു കോമ്പിനേഷനാണ് ഞാൻ അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 ലീവ്സും കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ബോർഡർ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ ബോഹോ ആർട്ട് എന്ന് പറയും. നമ്മൾ ജസ്റ്റ് ഒരു കേർവ് പോലെ ചെയ്തിട്ട് അത് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മൊത്തം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മോഡേൺ ആർട്ട് പോലെ നമുക്ക് തോന്നിക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ബ്ലൂ ചെയ്തു. ഇത് മൊത്തം ഒരു പേസ്റ്റൽ കളറിലാണ് ഞാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിങ്കിൽ ചെയ്തു. നമ്മളെല്ലാതും ഈ ബോർഡറിൻ്റെ സൈഡിൽ മാത്രം ചെയ്യുക. ഇതിൻ്റെ സെൻറ്ററിലൊക്കെ ആയി ചെയ്യുമ്പോൾ നമുക്ക് എഴുതാനുണ്ടെങ്കിൽ അത് കുറച്ച് ഡിസ്റ്റർബ് പോലെ തോന്നും നമുക്ക്. അപ്പോൾ ഞാൻ പിങ്ക് ചെയ്തു. അതിന് ശേഷം നമ്മൾ വേറെ കളേഴ്സിൽ നമുക്ക് ചെയ്യാം കേട്ടോ. എല്ലാം സെയിം ഷേപ്പ് ചെയ്യാതെ വേറെ ടൈപ്പ് ഷേപ്സിൽ നമുക്കൊരു അമീബ ഷേപ്പ് എന്നൊക്കെ അറിയില്ലോ, ആ ഒരു ഷേപ്പിൽ നമുക്ക് എല്ലാതും ഇങ്ങനെ ചെയ്തെടുക്കാം. എഡ്ജസിലായിട്ടും അതുപോലെ അതിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ അങ്ങനെയൊക്കെ നമുക്ക് ഓരോന്നും ഡിഫറെൻറ്റ് കളേഴ്സിൽ ചെയ്തെടുക്കുമ്പോൾ കുറച്ചൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ബോർഡർ ഐഡിയ കിട്ടും. അപ്പോൾ ഞാനിവിടെ പിങ്ക് മൊത്തം ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ് ഗ്രീൻ കളറും ഈ പിങ്കിൻ്റെ അടുത്തും ബ്ലൂവിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ജസ്റ്റ് അനദർ ഷേപ്പിലാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഹൈലൈറ്റർ കൊണ്ട് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ചെയ്യാനും പറ്റും. അതുപോലെ ചെയ്യുമ്പോൾ നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നമുക്ക് ഓരോന്നും ഇങ്ങനെ കംപ്ലീറ്റ് ആവുന്നത് കാണാൻ. അപ്പോൾ ഈ ഗ്രീൻ കൊണ്ടുള്ളത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അടുത്തത് ഞാൻ ചെയ്യുന്നത് പേർപ്പിളാണ്. പേർപ്പിൾ കളറും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഇതിൽ വന്നപ്പോൾ. അപ്പോൾ ഞാൻ പേർപ്പിളും ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം ചെയ്തു വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗ്യാപ്സിൽ നമ്മൾ വലുതും ചെറുതും ആയിട്ടുള്ള ഷേപ്പാണ് നമ്മളിതിവിടെ ചെയ്യുന്നത്. ഇതൊരു മോഡേൺ ആർട്ട് പോലെ നമുക്കൊരു ഇതുണ്ടാവും. നമ്മൾ ഫ്രെയിം ചെയ്താലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലുക്ക്. ഇതിലിനി നമുക്ക് വേറെ ബ്ലാക്ക് കളർ വെച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സെയിം കളർ വെച്ചിട്ടോ നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ചെയ്യാം. ഇതിന് സെയിം അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ മേലെ കൂടെ വരക്കണം എന്നില്ല. അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റി പോലെ നമുക്ക് വരക്കാം. പിങ്കിന് പിങ്ക് കളറിലുള്ള സ്കെച്ച് അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അതിൻ്റെ എഡ്ജസ്റ്റിലായിട്ട് ഞാൻ കുറച്ച് ഡിസൈൻസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ഇത് ചെയ്യാൻ പോവാണ്. അത് ഞാൻ എടുത്തിട്ടുള്ളത് ബ്രഷ് പെന്നാണ് കേട്ടോ. അത് പെട്ടെന്ന് ചെയ്യാം, നമുക്ക് സ്കെച്ച് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അത് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് പെൻ എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു വൈബ്രൻറ്റ് കളറിലുള്ളതാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിങ്ക് കഴിഞ്ഞ് ഞാൻ ഗ്രീൻ സർക്കിൾസ് അങ്ങനെ ഒരു സൈഡിൽ മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് ഏത് ടൈപ്പ് ഷേപ്പ് വേണമെങ്കിലും ചെയ്യാം. അതിനുശേഷം ഞാൻ ഓറഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാതും ചെയ്ത് അവസാനം വരുന്ന ഗ്യാപ്സ് ഉണ്ടാവുമല്ലോ, അതിലിങ്ങനെ വലുതും അതുപോലെ അതിന് ആപ്റ്റായിട്ടുള്ള ഷേപ്പിലാണ് നമ്മൾ ഈ സർക്കിൾസൊക്കെ വരച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ ബ്ലൂവും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സർക്കിൾസിൻ്റെ സംഭവം മൊത്തം കംപ്ലീറ്റ് ആയി കിട്ടും. നമ്മൾ ഓവറായിട്ട് കൺജസ്റ്റഡ് ആയിട്ട് ചെയ്യാതെ കുറച്ച് സ്പേസ് അവിടെ ഇവിടെയൊക്കെ വിട്ടിട്ടാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഉദ്ദേശിക്കണം. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്ന എന്തെങ്കിലും ടൈപ്പ് ലൈക്ക് യെല്ലോ കളേഴ്സ് ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പെന്ന് വെച്ചിട്ട് നമ്മൾ ഡോട്ട് ഇട്ട ഷേപ്പിൽ ആ സർക്കിൾ വെച്ച ഷേപ്പിൽ തന്നെ ആ സ്ഥലത്ത് നമ്മളൊരു കേർവി പോലത്തെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ അത് മൊത്തം ആ ചെയ്തത് വരെ നമ്മളൊന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കുക. പിന്നെ നമ്മളൊരു ലീഫ് ഇങ്ങനെ നമ്മൾ നേരത്തെ ഡിസൈനിൽ ചെയ്ത പോലത്തെ അതേ ലീഫ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ അത്യാവശ്യം നല്ല എളുപ്പമായിട്ട് നമുക്ക് തോന്നും റിപ്പീറ്റഡ് ആകുമ്പോൾ. ബട്ട് അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ്, പക്ഷേ അതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റെമ്മിന് ഇഷ്ടപ്പെട്ട ലീഫ് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ പറ്റില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് ലീഫ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ കളർ കൊടുത്ത പോലത്തെ ലീഫ് ചെയ്യാം. എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് മൊത്തം ആ ലൈന് വരെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. മൊത്തം കംപ്ലീറ്റ് ആയാൽ നമുക്ക് ലീഫും ആ കളേഴ്സൊക്കെ കൂടി നല്ല കമ്പൈനായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഓരോ ലീഫിൻ്റെ അവിടെയും കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട്. ആ വിട്ട സ്പേസിൽ നമ്മളൊരു കേർവി പോലത്തെ ഒരു ചെറിയ സ്മോൾ ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം.
ഇതെന്താ വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്യുന്ന ആ ഒരു ലീഫിൻ്റെ അടുത്ത് കുറച്ചൊരു ഫ്രൂട്ട് പോലെ അല്ലെങ്കിൽ ഒരു ഫ്ലവർ പോലെ ഒരു സംഭവമാണ് ഇവിടെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു സ്റ്റെമ്മാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോന്നിലും നമുക്കൊരു ബ്ലാക്ക് കളർ പെന്ന് വെച്ചിട്ട് തന്നെ കുത്തിട്ട് കൊടുക്കാം, ഒരു ഡോട്ട്സ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നമുക്ക് ഫ്ലവർ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതിൽ എല്ലാതും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലവർ ഇടുന്നുണ്ട്, കുത്തിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് അടിയിൽ ഡൗൺ പോർഷനിൽ എന്തെങ്കിലും കളർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ബോർഡർ ചെയ്ത് കൊടുക്കാം. എന്താണെങ്കിലും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇതൊന്നും അത്ര എംപ്റ്റി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ബ്ലൂവിന് കോമ്പിനേഷൻ ആയിട്ട് ഞാൻ ഓറഞ്ച് കളറിൽ ഇതുപോലെ കുറച്ച് ഫില്ലായിട്ടുള്ള ഒരു ബോർഡർ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഈ ഓറഞ്ച് വെച്ചിട്ട് ഫില്ലാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം അത് കുറച്ച് നല്ല എല്ലാതും ഒരു ഫില്ലായിട്ട് തോന്നും നമുക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് കളർ ഇങ്ങനെ ചെയ്ത് മൊത്തം ഫില്ലാക്കുന്നുണ്ട്. നമ്മൾ ഈ റെഫറൻസിൽ കാണുന്നത് പോലെ നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യുകയും അതുപോലെ തന്നെ റെഡ്യൂസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും. അപ്പം ഞാൻ ഇവിടെ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ബോർഡർ ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡോട്ടഡ് ആയിട്ട്. ഞാൻ കുറച്ച് വീഡിയോസ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യുക, വേണമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബോർഡർ ഐഡിയാസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലീവ് യുവർ കമൻറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് വാച്ച് കൺസിസ്റ്റൻ്റ്ലി. താങ്ക് യു.